നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. ജി കാർത്തികേയൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. കേരള രാഷ്ട്രീയത്തിലെ അതുല്യ വ്യക്തിത്വത്തിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. സ്ത്രീ അമ്മയാണ്, മകളാണ്, സഹോദരിയാണ്, എല്ലാമാണ്. ഇന്ന് ലോകം വനിതാ ദിനം ആചരിക്കുമ്പോൾ അവളുടെ സ്ഥാനം എവിടെയെന്ന ചോദ്യം അവശേഷിക്കുന്നു. ജാതിയല്ല, ജാതീയതയാണ് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതെന്ന് ഒ. രാജഗോപാൽ. വാർത്തകൾ വിശദമായി. നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജി കാർത്തികേയന് പതിനായിരങ്ങളുടെ ആദരാഞ്ജലി. കരളിന് ബാധിച്ച അർബുദ രോഗത്തിന് ചികിത്സയിലായിരിക്കെ ശനിയാഴ്ചയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ 1949 ജനുവരി 20 NB ഗോപാലപിള്ളയുടെയും വനജാക്ഷിയമ്മയുടെയും മകനായിട്ടാണ് GK എന്ന ജി കാർത്തികേയൻ ജനിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദം നേടിയ ശേഷമാണ് GK രാഷ്ട്രീയത്തിലേക്ക് പിച്ചവെച്ചത്. KSUവിലൂടെ രാഷ്ട്രീയത്തിലെത്തി KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ GK എന്ന രാഷ്ട്രീയ ജീവിക്ക് സാധിച്ചു എന്നതാണ് വാസ്തവം. കോൺഗ്രസിലെ ചെറുപ്പക്കാരുടെ മുന്നേറ്റ നിരയിലൂടെയാണ് ജി കാർത്തികേയൻ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. GKയ്ക്ക് വളരാൻ കളമൊരുക്കിയ K. കരുണാകരനെ തന്നെ വെല്ലുവിളിച്ച് കാർത്തികേയന്റെ നേതൃത്വത്തിൽ തിരുത്തൽവാദം പ്രഖ്യാപിച്ചപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. തിരുത്തൽവാദം ആദ്യമായി പൊതുവേദിയിൽ അവതരിപ്പിച്ചത് GK ആയിരുന്നു. അന്ന് GKയ്ക്കൊപ്പം രമേശ് ചെന്നിത്തലയും MI ഷാനവാസും ഉണ്ടായിരുന്നു. 6 തവണ GK നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ സ്വന്തം തട്ടകമായ ആര്യനാട്ട് 1991-ലും 96-ലും 2001-ലും 2006-ലും 2011-ലും GKയെ നിയമസഭയിലെത്തിച്ചു. 1995-ലെ AK ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പിന്റെയും 2001-ൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും മന്ത്രിയായി. തുടർന്ന് പാർട്ടി ചീഫ് വിപ്പ്, നിയമസഭാ കക്ഷി ഉപനേതാവ് തുടങ്ങിയ നിലകളിൽ തന്റേതായ കഴിവ് തെളിയിച്ചാണ് ജി കാർത്തികേയൻ കേരള നിയമസഭയുടെ സ്പീക്കറായി സ്ഥാനമേറ്റത്. സ്പീക്കർ എന്ന നിലയിൽ GKയെ വ്യത്യസ്തനാക്കിയത് 2014 ജൂലൈ 17-നാണ്. CPM അംഗങ്ങളായ TV രാജേഷിനെയും ജെയിംസ് മാത്യുവിനെയും സഭയിൽ നിന്നും 2 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് സഭയിൽ എന്ത് പ്രകോപനമുണ്ടായാലും വാച്ച് ആൻഡ് വാർഡിനെ പ്രവേശിപ്പിക്കേണ്ടെന്ന തീരുമാനവും GK കൈക്കൊണ്ടത്. രാഷ്ട്രീയത്തിലും നിയമസഭയിലും സൗമ്യനായ ജി കാർത്തികേയൻ തന്റെ രാഷ്ട്രീയത്തോടും ജീവിതത്തോടും വിട പറഞ്ഞ് ശാന്തനായി ശാന്തി കവാടത്തിലേക്ക് യാത്രയായി. സാനുക്കെ സജീവ്, KCB ന്യൂസ്. മാർച്ച് 8 ലോക വനിതാ ദിനം. വനിതാ ദിനാചരണം നടക്കുന്ന വേളയിൽ പോലും നമ്മുടെ സഹോദരിമാർക്ക് നിർഭയരായി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശവുമായി മറ്റൊരു വനിതാ ദിനം കൂടി എത്തിയിരിക്കുന്നു. എന്നത്തെയും പോലെ സ്ത്രീ പുരുഷ സമത്വം, സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും വനിതാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യയിൽ ഈ ദിനം വനിതകൾക്ക് തികഞ്ഞ അരക്ഷിതാവസ്ഥയുടേതാണ്. നിർഭയ മുതൽ നാഗാലാൻഡ് സംഭവങ്ങൾ വരെ മുൻനിർത്തി തങ്ങൾ ഈ സമൂഹത്തിൽ സുരക്ഷിതരല്ല എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ദിനം കൂടിയായി ഇന്ത്യയിലെ ജനങ്ങൾ ഈ ദിനം ആചരിക്കാൻ നിർബന്ധിതരാകുന്നു. സ്ത്രീ ശാക്തീകരണ നിയമങ്ങൾ ഏറെ രൂപീകരിക്കുന്നുണ്ട്. എങ്കിലും അവ കേവലം വാഗ്ദാനങ്ങൾ മാത്രമായി അവശേഷിക്കുന്നു എന്നതാണ് അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വനിതാ ദിന മുദ്രാവാക്യം വാഗ്ദാനം വാഗ്ദാനം മാത്രം സ്ത്രീകൾക്കെതിരായ പീഡനങ്ങൾക്ക് അറുതി വരുത്താൻ കാലമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആപ്തവുമാണ്. 1857 മാർച്ച് 8 ന്യൂയോർക്കിൽ ഒരു തുണിമില്ലിലെ വനിതാ തൊഴിലാളികളെ തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യവേതനത്തിനുമായി മുന്നോട്ട് വരികയും സംഘടിച്ച് സമരം നടത്തുകയും ചെയ്തു. ഈ പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ വനിതാ ദിനത്തിന് തുടക്കമിട്ടത്. എന്നാൽ പിന്നീട് ഈ പ്രക്ഷോഭ ദിനം ലോകമെമ്പാടും ഏറ്റെടുത്തു. 1910 കോപ്പൻഹേഗിൽ നടന്ന സമ്മേളനത്തിൽ ലോക വനിതാ ദിനം ആചരിക്കണമെന്ന ആവശ്യമുയർന്നു. അതിന്റെ ഭാഗമായാണ് മാർച്ച് 8 ലോകമെമ്പാടും വനിതാ ദിനമായി ആചരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ആക്ഷേപങ്ങളും മുൻപുള്ളതിനേക്കാൾ ശക്തമായി
ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സ്ത്രീയെ അമ്മയായി കണ്ട് ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്നത് പഴങ്കഥയായി കഴിഞ്ഞു. വഴിവക്കിലും ബസ്സിലും ക്ലാസ് മുറിയിലും എന്തിനു സ്വന്തം വീട്ടിൽ പോലും സ്ത്രീ ഇന്ന് സുരക്ഷിതയല്ല. സമൂഹത്തിൽ 20% സ്ത്രീകൾ മാത്രമേ നല്ലവരായുള്ളൂ എന്ന നിർഭയ പീഡന കേസ് പ്രതി മുകേഷ് സിംഗിന്റെ വാക്കുകൾ പോലും ചെവി കൊടുക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയിൽ കളങ്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ സമൂഹ മനസാക്ഷി. ലോകത്ത് ക്യാൻസർ ബാധിച്ച് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ വനിതകൾ പീഡനത്തെ തുടർന്ന് മരിക്കുന്നു. ആർക്കും എപ്പോഴും കൈയടക്കാവുന്നതാണ് സ്ത്രീ ശരീരം എന്ന ധാരണ ക്യാൻസറിനേക്കാൾ മാരകമായി ഈ സമൂഹത്തിൽ പടരുകയാണ്. 15 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇത്തരത്തിൽ ഗാർഹിക ശാരീരിക പീഡനങ്ങളെ തുടർന്ന് മരിക്കുന്നത്. സ്ത്രീയെ ബാല്യം മുതൽ പ്രതികരണശേഷിയുള്ളവരായി വളരാൻ ശീലിപ്പിക്കേണ്ട സമൂഹം പക്ഷേ അവളോട് പറയുന്നത് പുരുഷനും സമൂഹത്തിനും വിധേയപ്പെട്ട് ജീവിക്കാനാണ്. ഇന്ന് സ്ത്രീ അനുഭവിക്കുന്ന തരംതിരിവുകളും പ്രധാന കാരണവും അതുതന്നെയാണ്. പുരുഷന് വിധേയപ്പെടാനും അവനവനിലേക്ക് പിൻവലിയാനുമല്ല മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ടത്, മറിച്ച് ശരിതെറ്റുകൾ കണ്ടറിഞ്ഞു വളരാനും തെറ്റിനെ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ എതിർക്കാനുമാണ്. അതുപോലെ തന്നെ സ്ത്രീയെ എങ്ങനെ കാണണം എന്നതിനെപ്പറ്റി വ്യക്തമായ അവബോധം ആൺമക്കൾക്ക് നൽകുകയും വേണം. പാടത്ത് പണി മുതൽ പർവ്വതാരോഹണം വരെ സ്ത്രീകൾ എത്തിച്ചേരുമ്പോൾ സമൂഹത്തിലെ ഓരോ വനിതയ്ക്കും അവർ അർഹിക്കുന്ന സ്ഥാനം നാം നൽകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് KCV. ജാതി അടിസ്ഥാനത്തിൽ സംഘടിക്കുന്നത് സങ്കുചിത ചിന്തയല്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ. ആലപ്പുഴയിൽ കേരള ബ്രാഹ്മണ സഭ വനിതാ വിഭാഗം സംഘടിപ്പിച്ച രജത ജൂബിലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി നല്ലതാണ്, എന്നാൽ ജാതീയത നല്ലതല്ലെന്ന് രാജഗോപാൽ പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ സമ്മേളനം നടക്കുന്നത് ലോക വനിതാ ദിനത്തിലാണ്. ലോകം ആചരിക്കുന്ന ദിവസം തന്നെ ഈ സഭയുടെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ഈ അവസരത്തിൽ ഞാനൊരു മന്ത്രിയൊന്നുമല്ല, ഒരു ബ്രാഹ്മണനുമല്ല, ജന്മം കൊണ്ട്. ഏതായാലും എന്നിരുന്നിട്ടും എന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കാനുള്ള കാരണം ഒരുപക്ഷെ എൻ്റെ ഗുരു ഒരു മഹിള ആയതുകൊണ്ടായിരിക്കണം. ഉടുപ്പി ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV സരസ്വതി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സജിനി വെങ്കടാചലം രാമലിംഗം, R സുരേഷ്, കരിമ്പുഴ രാമൻ, അഡ്വക്കേറ്റ് CS ഗീതാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ സംയുക്ത വാർഡ് സമ്മേളനം നടന്നു. തോട്ടുവാത്തലയിൽ നടന്ന സമ്മേളനം ജനശ്രീ കുട്ടനാട് ബ്ലോക്ക് ചെയർമാൻ ഈര വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ദാരിദ്ര്യതയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളെ ഓർത്തിണക്കി അവരുടെ ദാരിദ്ര്യം തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീ ഉണ്ടായെങ്കിൽ ആ കുടുംബശ്രീയിൽ പ്രവർത്തിക്കേണ്ട ബൈലോ അനുശാസിക്കുന്നത് എന്താണ്? ദാരിദ്ര്യതയ്ക്ക് താഴെയുള്ളവർ ആണ് അവിടെ അത് സ്ത്രീകൾ മാത്രം. പക്ഷെ ജനശ്രീയെ സംബന്ധിച്ചോളം ജനശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനം കുടുംബ അംഗങ്ങളെ കൂട്ടിയാണ്, കുടുംബ യൂണിറ്റാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും അംഗമാകാവുന്ന വേറെ ഒരു സംഘടനയിലും ഇല്ലാത്ത ഒരു പ്രത്യേക ബൈലോ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാര്യം ഭാര്യയ്ക്കും ഭർത്താവിനും ഈ സംഘത്തിൽ അംഗമായി ചേരാം. ഭാര്യയ്ക്കും ഭർത്താവിനും അംഗമായി ചേർന്നാൽ അവരുടെ കുടുംബത്തിന് വരുമാനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ജനശ്രീ കൂടുതൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ കൂടുതൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്ന കൂട്ടത്തിലാണ് ഈ 8 വർഷക്കാലം കൊണ്ട് ജനശ്രീ നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ജനശ്രീ കൈനഗിരി മണ്ഡലം ചെയർമാൻ രാരിച്ചൻ ഉമ്പുകാട് അധ്യക്ഷത വഹിച്ചു. ബിബിൻ ആട്ടക്കാരൻ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് ഇക്കഴിഞ്ഞ ദേശീയ ഗെയിംസിലെ മെഡൽ ജേതാക്കളായ അശ്വിനി, നിത്യ, വിഷ്ണു രഘുനാഥ്, ഗോപിക, ശിവശങ്കർ എന്നിവരെയും ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ ജേതാക്കളായ ആഷ്ലി MK, വിഷ്ണു B, സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ A ഗ്രേഡ് നേടിയ അനുമോൾ എന്നിവരെ നെടുമുടി പോലീസ് ASI സുധീർ അനുമോദിച്ചു. അച്ചാമ്മ PP മനോഹരൻ, SD രവി, ലാലി ചാവറ, KP സോമനാഥൻ, D ജോസഫ്, പ്രസന്നകുമാർ കണ്ണാട്ട്, ജോമോൻ കാക്കനാട്ടു കരിച്ചിറ എന്നിവർ സംസാരിച്ചു. സ്ത്രീ സൗന്ദര്യത്തിൽ പ്രധാനപ്പെട്ടതാണ് മുടി. എന്നാൽ വളരെയേറെ കഷ്ടപ്പെട്ട് വളർത്തിയ മുടി മറ്റൊരാളുടെ ദുഃഖം അകറ്റുവാൻ നൽകുമ്പോൾ അതിന്റെ സൗന്ദര്യം ഇരട്ടിയാവുന്നു. മലയാളി മങ്കമാരുടെ സൗന്ദര്യത്തിൽ അഴകുള്ള മുടിയുടെ സ്ഥാനം ഒന്നാമത് തന്നെയാണ്. വളരെയേറെ കഷ്ടപ്പെട്ടും അതിലേറെ സ്നേഹിച്ചും വളർത്തിയെടുക്കുന്ന മുടികൾ മറ്റൊരാളുടെ ദുഃഖത്തിന് പരിഹാരമാകുമ്പോൾ അത് നൽകാൻ എത്ര പേർ തയ്യാറാകും? ആരും തയ്യാറാവില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര വനിതാ ഫോറത്തിലെ 10 അംഗങ്ങളാണ് നാടിന് മാതൃകയാകുന്ന പ്രവൃത്തിയുമായി രംഗത്തെത്തിയത്.
ശനിയാഴ്ച സർഗക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകുന്നതിനായി സംഘടിപ്പിച്ച മുടി നൽകാം സ്വാന്തനവും എന്ന പരിപാടിക്കായിട്ടാണ് വനിതകൾ മുടി മുറിച്ചു നൽകിയത്. പരിപാടിയോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനം ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ മേഴ്സി നെടുമ്പുറം ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള വേദന അറിഞ്ഞു, അവരാരും ആവശ്യപ്പെട്ടില്ല ഞങ്ങൾക്ക് തലമുടി തരണമെന്ന്. പക്ഷേ നിങ്ങൾ സ്വയമേ വില്ലിങ് ആവുകയാണ്. അപ്പം സ്വന്തമായ മനസ്സോടുകൂടി നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഈ ഒരു വലിയ നന്മയുടെ പ്രചാരകരായി ഇത് ഇനി അനേകം മുനിസിപ്പാലിറ്റികളിലേക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ പകരട്ടെ. അതിൽ നിന്നുള്ള ഊർജം ഇവിടെ ഈ സർഗക്ഷേത്രയിൽ നിന്നും ഉണരട്ടെ. ഈ വിമൻസ് ഫോറം ഇതിനെല്ലാം ഒരു കാരണമാകട്ടെ. ഫാദർ പോൾ താമരശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലിമ ടോമി, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VJ ലാലി, ഫാദർ അലക്സ് പ്രായിക്കളം, PP ജോസ്, പ്രൊഫസർ റോസി തോമസ്, പ്രൊഫസർ പേഴ്സി അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ മുൻപ് മുറിച്ചു നൽകിയ 4 പേരുടെ മുടി ഉപയോഗിച്ച് നിർമ്മിച്ച വിഗ് രോഗികളായവരുടെ ബന്ധുക്കൾക്ക് നൽകുകയും ചെയ്തു. KCV ന്യൂസ് ചങ്ങനാശ്ശേരി. കേബിൾ TV മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് COA കുട്ടനാട് മേഖലാ ഭാരവാഹികൾ തോമസ് ചാണ്ടി MLAക്ക് നിവേദനം നൽകി. റിലയൻസിനെ കേബിളുകൾ വലിക്കാൻ വൈദ്യുതി പോസ്റ്റുകൾ വിട്ടു നൽകിയ KSEB നയം പുനഃപരിശോധിക്കുക, ചെറുകിട കേബിൾ TV മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സംഘം നിവേദനം നൽകിയത്. ഈ സംസ്ഥാനത്ത് ജനങ്ങളിൽ ഭൂരിഭാഗവും കൃഷിക്കാരും സാധാരണക്കാരുമാണ്. ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്ക്, വലിയ ആന്റീന ഒന്നും വാങ്ങിച്ച് വെക്കാൻ കഴിവില്ലാത്ത കുടുംബങ്ങൾക്ക് വലിയൊരാശ്വാസമാണ് ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേബിൾ TV. അത് 10,000-കണക്കിന് ചെറുപ്പക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുകയും വീടുകളിൽ അതാത് സമയത്ത് വിവിധ ചാനലുകളിലൂടെയുള്ള സംപ്രക്ഷേപണം എത്തിക്കുകയും ചെയ്യുന്ന വലിയ ഒരു കർത്തവ്യമാണ് അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. റിലയൻസിന് പോലും ഇപ്പോൾ ഈ കേബിൾ വലിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റുകൾ അനുവദിച്ചിരിക്കുകയാണ്. 17 രൂപ ഉണ്ടായിരുന്നത് 100-ൽ കൂടുതലാക്കി, അത് പിന്നീട് 200-ആക്കി, അത് 300-ആക്കി. സ്വയം തൊഴിൽ കണ്ടെത്തി ഈ സംസ്ഥാനത്തിന് വലിയ ആശ്വാസമായിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ കേരള സംസ്ഥാനത്തെ എല്ലാ MLAമാരും, കുട്ടനാട്ടിൽ മാത്രമല്ല ഈ സംസ്ഥാനത്തുള്ള എല്ലാ MLAമാരും ഇതിന് സഹകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്നതും വേണ്ടി വന്നാൽ MLAമാരുടെ ഒരു സംഘം തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വൈദ്യുത മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിനെ കണ്ട് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി ഈ ചെറുപ്പക്കാരെ നിരുത്സാഹപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ പോവുകയാണ്. COA ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം R. അജിത് കുമാർ പിഷാരത്ത്, PK ഷാജു, ഗോപകുമാർ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. അഖില കേരള വിശ്വകർമ്മ സഭ പാണ്ടങ്കരി ശാഖയുടെ വാർഷിക പൊതുയോഗം നടന്നു. വിശ്വകർമ്മ സഭ കുട്ടനാട് യൂണിയൻ സെക്രട്ടറി യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് K. അപ്പുകുട്ടനെ പ്രസിഡന്റായും V. വിനേഷിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ.
പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ഭരതൻ സ്മാരക പുരസ്കാര വിതരണവും ആലപ്പുഴ രാജശേഖരൻ നായർക്ക് സ്വീകരണവും നൽകി. ആലപ്പുഴ പുളിമൂട്ടിൽ ട്രേഡ് സെന്ററിൽ നടന്ന പരിപാടി കലവൂർ N. ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ നേടുന്ന കാര്യങ്ങൾ അതിനായ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുവാൻ സാധ്യതപ്രായമാകുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെതായ കുടുംബത്തിന് ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ. പക്ഷേ ഇവരുടെയുള്ള കോൺട്രിബ്യൂഷൻസ്, ഇവരുടെ സംഭാവനകൾ അതെക്കാലവും പൊതുനന്മയ്ക്ക് വേണ്ടി മാത്രമാകുന്നു എന്ന് കാണുമ്പോൾ അത് എത്രമാത്രം വിശാലമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് സമൂഹത്തോട് കാണിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ്. വേൾഡ് ഡ്രമാറ്റിക് സ്റ്റഡീസ് സെന്റർ ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആര്യാട് ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹരി, ചിക്കൂസ് ശിവൻ, ഫിലിപ്പോസ് തത്തമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാജശേഖരനെ ആലപ്പുഴയിലെ പൗരാവലി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കിടങ്ങറ പാലത്തിന് സമീപം നടന്ന കൂട്ടായ്മ CPIM വെളിയനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ സ്ത്രീകൾ എത്രത്തോളം വിവേചനാപരമായി അവരുടെ സാമൂഹ്യ അവസ്ഥ അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരു റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്ത്യയിലെ സ്ത്രീകള് നമ്മുടെ പുരാതനമായ ചില സംസ്കാരത്തിന്റെയും ചില നിലപാടുകളുടെയൊക്കെ തന്നെ മതപരമായ ചില നിലപാടുകളുടെയൊക്കെ തന്നെ ഫലമായി നമ്മുടെ നാട്ടിൻപുറത്ത് പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. പിതാരക്ഷതി കൗമാരെ, ഭദ്രരക്ഷതി യൗവനെ, പുത്രരക്ഷതി വാർദ്ധക്യ എന്ന് പറയുന്നതിന് ശേഷം പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ള ഒരു ചൊല്ല് മനുസ്മൃതി എന്ന് പറയുന്ന നമ്മുടെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഫലമായി ഈ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് വീണ്ടും അടിച്ചേൽപ്പിക്കുവാനുള്ള പ്രവണതകളാണ് ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാജിദി ബിനു, ശോഭ ഉദയകുമാർ, മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല രാജു, അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി കൃഷ്ണലത തുടങ്ങിയവർ സംസാരിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് NSS കുട്ടനാട് താലൂക്ക് വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടത്തി. നെടുമുടി വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് NSS ഫാക്കൽറ്റി മെമ്പറും മന്നത്ത് പത്മനാഭന്റെ കൊച്ചുമകളുമായ S ഗീത ഉദ്ഘാടനം ചെയ്തു. വനിതാ യൂണിയൻ പ്രസിഡന്റ് പ്രസന്ന മോഹനൻ അധ്യക്ഷത വഹിച്ചു. ലോക വനിതാ ദിനം എന്ന് പറയുമ്പോൾ ലോകത്ത് ഇപ്പൊ ദിനങ്ങൾ ഒഴിഞ്ഞിട്ട് ദിനങ്ങളില്ല, എല്ലാത്തിനും ദിനങ്ങളാണ്. ഏതിനാ ദിനമില്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്നും എന്തെങ്കിലും ഒരു ദിനമാണ്. വനിതയ്ക്കായിട്ടൊരു ദിനം വേണം. നമ്മുടെ ദിനമല്ലേ എന്നും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു വീട്ടിൽ നമ്മൾ ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കും ആ ദിനം. അപ്പൊ വനിതാ ദിനം എന്ന് പറയുന്നത് 365 ദിവസവും വനിതാ ദിനമെന്നാണ് എന്റെ വിശ്വാസം. അല്ലാതെ വനിതാ ദിനം മാർച്ച് 8 മാത്രം ഒരു വനിതാ ദിനം, അന്ന് വനിതകളെ ഓർക്കുക, വനിതകളെ ആദരിക്കുക,
വനിതകൾക്ക് വേണ്ട ഉപദേശങ്ങൾ അങ്ങോട്ട് കേട്ടുകൊടുക്കുക. ആ വർഷം മുഴുവൻ വനിതയായിട്ട് അങ്ങ് ജീവിക്കും എന്ന് വിചാരിക്കാൻ ഒക്കുകയില്ല. എന്നും വനിതാ ദിനമാണ്. വനിതകളില്ലാത്ത, സ്ത്രീ ഇല്ലാത്ത വീട്, സ്ത്രീ ഇല്ലാത്ത രാജ്യം എന്തായിരിക്കും അത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. സ്ത്രീക്ക് നിലനിൽക്കണമെങ്കിൽ പുരുഷന്റെ ശക്തി വേണം. പുരുഷൻ ഇല്ലെങ്കിൽ സ്ത്രീ ഇല്ല. നമ്മുടെ സങ്കല്പം തന്നെ അതാ, അല്ലേ? ഈശ്വര സങ്കല്പം തന്നെ അതാ. ശിവനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനുമില്ല. DB കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ലളിതമ്മ മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ ആരതി ഗോപിനാഥ്, PK രാധാകൃഷ്ണ പണിക്കർ, ശ്രീദേവി രാജു, A ജഗദമ്മ തുടങ്ങിയവർ സംസാരിച്ചു. തലവടി ആനപ്രമ്പാൽ ദേവസ്വം സ്കൂളിൽ ഗണിതശാസ്ത്ര പുരാവസ്തു പ്രദർശനം സംഘടിപ്പിച്ചു. ശനിയാഴ്ച നടന്ന പ്രദർശനം പനയന്നൂർ കാവ് ക്ഷേത്രം മുഖ്യ കാര്യദർശി ആനന്ദൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക S ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ജയശ്രീ ആർ നായർ, ഗിരിജ അന്തർജനം തുടങ്ങിയവർ സംസാരിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് യോഗക്ഷേമസഭ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടത്തി. ചക്കുളത്തുകാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. യോഗക്ഷേമ സഭ വനിതാ വിഭാഗം പ്രസിഡന്റ് K ജയശ്രീ അധ്യക്ഷത വഹിച്ചു. K ബിന്ദു, S കൃഷ്ണൻ പോറ്റി, ധനഞ്ജയൻ നമ്പൂതിരി, S രാധാകൃഷ്ണൻ പോറ്റി, ഉഷാദേവി അന്തർജനം എന്നിവർ സംസാരിച്ചു. തുടർന്ന് തങ്ങൂർ സരസ്വതി അന്തർജനത്തെയും ഡോക്ടർ ദീപാശങ്കറിനെയും ആദരിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൽ 2014-15 സാമ്പത്തിക വർഷം വരെയുള്ള വീട്ടുകരം കുടിശ്ശികയുള്ളവർക്ക് മാർച്ച് 31 മുമ്പ് പിഴപലിശയില്ലാതെ അടച്ചു തീർക്കാവുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജി കാർത്തികേയൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. കേരള രാഷ്ട്രീയത്തിലെ അതുല്യ വ്യക്തിത്വത്തിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. സ്ത്രീ അമ്മയാണ്, മകളാണ്, സഹോദരിയാണ്, എല്ലാമാണ്. ഇന്ന് ലോകം വനിതാ ദിനം ആചരിക്കുമ്പോൾ അവളുടെ സ്ഥാനം എവിടെയെന്ന ചോദ്യം അവശേഷിക്കുന്നു. ജാതിയല്ല, ജാതീയതയാണ് സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതെന്ന് O രാജഗോപാൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.